ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു AZB അക്കാഡമി. അപ്പോൾ എല്ലാവർക്കും AZB അക്കാഡമിയുടെ വീക്ക്ലി കറണ്ട് അഫെയർസ് സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. അപ്പോൾ ഒക്ടോബർ 6 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട നമ്മുടെ എക്സാംസിനൊക്കെ ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും നല്ല സെറ്റായിട്ട് നല്ല റെഡി ആയിട്ടിരിക്കലേ. നമുക്ക് നമ്മുടെ ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ഹെലികോപ്റ്റർ ഫൈനൽ അസംബ്ലി ലൈൻ, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ FAL അല്ലെ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ ഹെലികോപ്റ്റർ ഫൈനൽ അസംബ്ലി ലൈൻ എവിടെയാണ് വരാൻ പോകുന്നത്? എവിടെയാണ്? കർണാടകയിലെ വെമഗലിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ഹെലികോപ്റ്റർ ഫൈനൽ അസംബ്ലി ലൈൻ കർണാടകയിൽ വരാൻ പോകുന്നു. കർണാടകയിലെ വെമഗലിൽ വരാൻ പോകുന്നു. സോ ആരാണ് കൊണ്ടുവരുന്നത്? ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് ടാറ്റയാണ്. അപ്പോൾ ടാറ്റയും അതുപോലെ തന്നെ എയർബസ്, ഒരു പ്രൈവറ്റ് ഫേം ആയിട്ടുള്ള എയർബസും കൂടെ ചേർന്നിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ ഹെലികോപ്റ്റർ ഫൈനൽ അസംബ്ലി ലൈൻ കർണാടകയിൽ വരാൻ പോകുന്നു. കർണാടകയിലെ വെമഗലിൽ വരാൻ പോകുന്നു. സോ രാജേഷ് അഗർവാൾ ടേക്സ് ഓവർ ആസ് സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറി ആയിട്ട് ആര് ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്? രാജേഷ് അഗർവാൾ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ശരി, അടുത്തെന്താണ്? ഒരു എക്സസൈസ് ആണ്. എക്സസൈസ് ജൽ പ്രഹാർ. അപ്പോൾ എന്താണ്? ഇന്ത്യൻ നേവി ആർമി കൺക്ലൂഡ് ജോയിന്റ് ആംഫീബിയസ് എക്സസൈസ് ജൽ പ്രഹാർ ഓൺ ഈസ്റ്റേൺ സീബോർഡ്. അപ്പോൾ ഇന്ത്യൻ നേവിയുടെയും ആർമിയുടെയും എന്താണ്? ആംഫീബിയസ് ആണല്ലേ, നേവിയും ഉണ്ട് ആർമിയും ഉണ്ട്. അപ്പോൾ അവരുടെ രണ്ട് പേരുടെയും ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ആംഫീബിയസ് എക്സസൈസ് ഏതാണ്? എക്സസൈസ് ജൽ പ്രഹാർ. അത് കൺക്ലൂഡഡ് ആയിട്ടുണ്ട്. ഈസ്റ്റേൺ സീബോർഡിൽ അത് കൺക്ലൂഡായി ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യൻ നേവിയും ആർമിയുടെയും ജോയിൻ്റ് ആംഫീബിയസ് എക്സസൈസ് ആണ് ഏത്? എക്സസൈസ് ജൽ പ്രഹാർ. പ്രഹാർ അല്ലേ, ജലപ്രഹാർ. So INS Sutlej reaches Mauritius to conduct 18th Joint Hydrographic Survey. അപ്പോൾ എന്താണ്? ഹൈഡ്രോഗ്രാഫിക് സർവേ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 18ാമത് ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യൻ നേവൽ ഷിപ്പ് ഏതാണ്? മൗറീഷ്യസിലെ പോർട്ട് ലൂയിസിൽ എത്തിയിട്ടുള്ളത്. ഏതാണ്? INS സട്ലജ് മൗറീഷ്യസിലെ പോർട്ട് ലൂയിസിൽ ഹൈഡ്രോഗ്രാഫിക് സർവേക്ക് വേണ്ടിയിട്ട്, സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോഗ്രാഫിക് സർവേ നിങ്ങൾക്ക് ആ ഫിഗർ കാണുമ്പോൾ അറിയായിരിക്കില്ല എന്താണ് ആ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എന്താണ് ഈ ഓഷൻ്റെയൊക്കെ ഡെപ്തും അവിടെ ഈ നോട്ടിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവേ ആണ്. അപ്പോൾ ആ സർവേയുടെ 18th എഡിഷൻ, 18th ജോയിന്റ് ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ നേവൽ ഷിപ്പ് ഏത് മൗറീഷ്യസിലെ പോർട്ട് ലൂയിസിൽ എത്തിയിട്ടുണ്ട്? INS സട്ലജ് മൗറീഷ്യസിലെ പോർട്ട് ലൂയിസിൽ എത്തിയിട്ടുണ്ട്. അപ്പം എത്രാമത് ജോയിന്റ് ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്? 18th ജോയിന്റ് ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ ഭാഗമായിട്ട്. സെറ്റല്ലേടാ? അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? ആസ്ട്രോസാറ്റ് ഇന്ത്യസ് ഫസ്റ്റ് മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി ഏതാണ്? ആസ്ട്രോസാറ്റ്, അല്ലെങ്കിൽ എന്താണ്? ആസ്ട്രോണമി സാറ്റലൈറ്റ് എന്ന് പറയാം. അപ്പോൾ അത് എത്ര വർഷം ഓർബിറ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? 10 വർഷം ഓർബിറ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി വേവ് ലെങ്ത് ആസ്ട്രോണമിക് സാറ്റലൈറ്റ് ആസ്ട്രോസാറ്റ് ഓർബിറ്റിൽ 10 വർഷം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പേര് ഓർത്ത് വെക്കുക. ഏതാണ്? ആസ്ട്രോസാറ്റ്, ആസ്ട്രോണമി സാറ്റലൈറ്റ്. സോ ഫസ്റ്റ് പേഴ്സൺ വിത്ത് $500 million നെറ്റ് വർത്ത്. അപ്പോൾ 500 million നെറ്റ് വർത്ത് ഉള്ള ഫസ്റ്റ് പേഴ്സൺ ആരാണ്? നമ്മുടെ ടെസ്ലയല്ല. അപ്പോൾ ടെസ്ലയുടെ സ്ഥാപകനായിട്ടുള്ള, സ്പേസ് എക്സിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഇലോൺ മസ്ക് ആണ് $500 billion നെറ്റ് വർത്തിൽ ടോപ്പ് എത്തിയിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് 500 billion നെറ്റ് വർത്ത് കൈവരിക്കുന്ന വ്യക്തി ആരാണ്? ടെസ്ല സ്ഥാപകനായിട്ടുള്ള ഇലോൺ മസ്ക്. സെറ്റല്ലേടാ? ഓക്കെ ആണല്ലോ?
അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ് നോക്കിയാടാ, മൻ കി ബാത്ത് കംപ്ലീറ്റ് 11 ഇയേഴ്സ് ഓഫ് കണക്റ്റിംഗ് വിത്ത് സിറ്റിസൺസ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഏതാണ്? മൻ കി ബാത്ത്. അപ്പോൾ മൻ കി ബാത്ത് എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തു? 11 വർഷം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ മൻ കി ബാത്ത് എന്നാണടാ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്നാണത് ലോഞ്ച് ചെയ്തത്? 2014 നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി, അതും അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ ശ്രീ നരേന്ദ്രമോദിയാണ് മൻ കി ബാത്ത് ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ആകാശവാണി വഴിയാണ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? ആകാശവാണി വഴി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന മൻ കി ബാത്ത് 11 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മറ്റൊരു ഇനിഷ്യേറ്റീവ് എന്താണ്? അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇനിഷ്യേറ്റീവ് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്, അല്ലേ? അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തു? 11 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് സ്റ്റാർട്ട് ചെയ്തു? 2014 മൻ കി ബാത്തും അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവും ലോഞ്ച് ചെയ്തത്. So India honored with the ISSA award for expanding social security coverage. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി കവറേജ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് റീസെൻ്റ് ആയിട്ട് ഏത് അവാർഡാണ് ഇന്ത്യക്ക് റീസെൻ്റ് ആയിട്ട് ലഭിച്ചത്? ഏതാടാ? ISSA അവാർഡ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ്, ISSA അവാർഡ് റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ചു. എന്തിൻ്റെ ഭാഗമായിട്ട്? സോഷ്യൽ സെക്യൂരിറ്റി കവറേജ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ISSA അവാർഡ്, ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് റീസെൻ്റ് ആയിട്ട് ലഭിച്ച രാജ്യം ഏതാണ്? നമ്മുടെ സ്വന്തം ഭാരതം, ഇന്ത്യക്കാണ് ലഭിച്ചത്. സോ ഹുറൂൺ റിച്ച് ലിസ്റ്റ് 2025, ഹുറൂൺ റിച്ച് ലിസ്റ്റ് 2025 ടോപ്പ് ആരാണടാ? മുകേഷ് അംബാനിയാണ് ടോപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ റിച്ചസ്റ്റ് വിമണിൻ്റെ ഒരു കാറ്റഗറിയിൽ ടോപ്പ് വന്നിട്ടുള്ളത് ആരാണ്? റിച്ചസ്റ്റ് വിമൺ കാറ്റഗറിയിൽ ടോപ്പ് വന്നിട്ടുള്ളത് ആരാണ്? റോഷ്നി നദാർ. റോഷ്നി നടാറാണ് റിച്ചസ്റ്റ് വിമൺ കാറ്റഗറിയിൽ. HCL ടെക്നോളജീസിൻ്റെ വിമൺ ആയിട്ടുള്ള റോഷ്നി നടാർ വിമൺ കാറ്റഗറിയിൽ ഈ ഒരു ഹുറൂൺ റിച്ച് ലിസ്റ്റിൽ ടോപ്പിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബോളിവുഡ് ആക്ടേഴ്സും ഒക്കെ ഇതിൻ്റെ ടോപ്പ് ലിസ്റ്റിലൊക്കെ എത്തിയിട്ടുണ്ട്. സോ അടുത്ത പോയിന്റ് നോക്കിയാൽ നാഷണൽ കോൺഫറൻസ് ഓൺ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എവിടെ സ്റ്റാർട്ട് ചെയ്തു? അപ്പം നാഷണൽ കോൺഫറൻസ് ഓൺ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എവിടെ? ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സ്റ്റാർട്ട് ചെയ്തു. എവിടെയാണ്? ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നാഷണൽ കോൺഫറൻസ് ഓൺ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഈ ഒരു നാഷണൽ കോൺഫറൻസ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നാഷണൽ ഈ ഒരു കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ്? ഏത് മിനിസ്ട്രിയാണടാ ഇത് ഓർഗനൈസ് ചെയ്തത്? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തത്. ഇതാണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഓക്കെ ആണല്ലോ. നാഷണൽ കോൺഫറൻസ് ഓൺ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നാഷണൽ കോൺഫറൻസ് ഓൺ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏത് മിനിസ്ട്രിയാണ് ഓർഗനൈസ് ചെയ്തത്? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഓർഗനൈസ് ചെയ്തു. ആൻഡ് അത് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ കിക്ക് ഓഫ് ചെയ്തത് എവിടെയാണ്? ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ കിക്ക് ഓഫ് ചെയ്തു. ശരി, അടുത്ത എന്താണ്? പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ലേസ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ ഇന്ത്യസ് ഫസ്റ്റ് ജോയിന്റ് വെഞ്ചർ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് ഇൻ രാജസ്ഥാൻ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജോയിന്റ് വെഞ്ചർ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല? ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ആര് നിർവഹിച്ചു? ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ വലിയൊരാൾ തന്നെ ആയിരിക്കും അത് ഇനോഗ്രേറ്റ് ചെയ്യുക. ന്യൂക്ലിയർ പ്രോജക്റ്റ് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എവിടാണ്? ഇന്ത്യയുടെ ഫസ്റ്റ് ജോയിന്റ് വെഞ്ചർ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് എവിടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്? രാജസ്ഥാനിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ പേരെന്താണ്? മാഹി ബാൻസ്വാര രാജസ്ഥാൻ അറ്റോമിക്
പവർ പ്രോജക്റ്റ്. അപ്പൊ മാഹി ബാൻസ്വര അറ്റോമിക് പവർ പ്രോജക്റ്റ് എവിടെ വരാൻ പോകുന്നു? രാജസ്ഥാനിൽ വരാൻ പോകുന്നു. രാജസ്ഥാനിലെ എവിടെ? ബാൻസ്വരയിൽ വരാൻ പോവുകയാണ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ജോയിന്റ് വെഞ്ചർ അറ്റോമിക് പവർ പ്രോജക്റ്റ് രാജസ്ഥാനിലെ ബാൻസ്വരയിൽ വരാൻ പോകുന്നു. പ്രോജക്റ്റിന്റെ പേര് മാഹി ബാൻസ്വര അറ്റോമിക് പവർ പ്രോജക്റ്റ്. അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ആരാണ് നിർവഹിച്ചത്? നമ്മുടെ പ്രധാനമന്ത്രി നിർവഹിച്ചു. സെറ്റിൽഡാ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ. അപ്പൊ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ 2025-26 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ഏതാണ്? സബ്കി യോജന സബ്കാ വികാസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ സബ്കി യോജന സബ്കാ വികാസ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ. അപ്പൊ ഈ ഒരു ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നത് ഏത് മിനിസ്ട്രിയാണ്? സബ്കി യോജന സബ്കാ വികാസ്. പീപ്പിൾ ആളുകൾ കൂടുതലായിട്ടും ഉള്ളത് ഏതൊരു സെക്ഷനാണ്? നമ്മുടെ ഒരു എന്താണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് പഞ്ചായത്ത് സെക്ടറിൽ നിന്ന് അല്ലേ? അപ്പൊ ഏത് മിനിസ്ട്രിയാണെടാ? മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആണ് ഈ ഒരു പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ക്യാമ്പയിൻ്റെ പേരാണ് സബ്കി യോജന സബ്കാ വികാസ് ക്യാമ്പയിൻ. ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ്? പഞ്ചായത്തി രാജ് മിനിസ്ട്രിയാണ് ഈ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത്. ഏത് മിനിസ്ട്രിയാടാ? പഞ്ചായത്തി രാജ് മിനിസ്ട്രി. സെറ്റാണല്ലോ? ഓക്കെ ആണല്ലോ. അപ്പൊ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ഏതാണ്? സബ്കി യോജന സബ്കാ വികാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് മിനിസ്ട്രി? മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ്. അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് Steel Authority of India Limited collaborate with the Indian Institute of Management Jammu for Executive Education Program. അപ്പോൾ നമ്മുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഏത് ഓർഗനൈസേഷൻ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ MOU സൈൻ ചെയ്തിട്ടുള്ളത്? ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ജമ്മു അല്ലെങ്കിൽ IIM ജമ്മു ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആരൊക്കെയാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ SIAL-ഉം ആരും കൂടി IIM ജമ്മുവും കൂടിയിട്ട് എന്താണ് എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത ഈക്വൽ AI ലോഞ്ചസ് ഇന്ത്യസ് ഫസ്റ്റ് മൾട്ടിലിംഗ്വൽ AI കോൾ അസിസ്റ്റന്റ് ടു ഹാൻഡിൽ അൺനോൺ കോൾസ് ബിയോണ്ട് സ്പാം ഡിറ്റക്ഷൻ. അപ്പോൾ അൺനോൺ കോൾസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും സ്പാംസിനൊക്കെ പുറമേയുള്ള അൺനോൺ കോൾസുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടിലിംഗ്വൽ AI കോൾ അസിസ്റ്റന്റ് ആര് ലോഞ്ച് ചെയ്തിട്ടുണ്ട്? ഈക്വൽ AI ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒരു ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് ഈക്വൽ AI. അപ്പോൾ ഈക്വൽ AI എന്താണ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തത്? ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടിലിംഗ്വൽ AI കോൾ അസിസ്റ്റന്റ് ഈക്വൽ AI ലോഞ്ച് ചെയ്ത്. അപ്പോൾ ഏതൊക്കെ ലാംഗ്വേജസിൽ കോള് എന്താണ് അവർക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ലാംഗ്വേജസിൽ അവർക്ക് ഡീൽ ചെയ്യാൻ കഴിയും? ഇംഗ്ലീഷുണ്ട്, ഹിന്ദി ഉണ്ട്, ബാക്കിയുള്ള ലാംഗ്വേജസ് പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, ദെൻ ഇംഗ്ലീഷ് അല്ലേ, ഹിന്ദിയും ഇംഗ്ലീഷും കൂടെ കമ്പൈൻഡ് മിക്സ്ചർ. അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ ഒരു ഈക്വൽ AIക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. സോറി, ഈക്വൽ AI കൊണ്ടുവരുന്ന ആ ഒരു കോൾ അസിസ്റ്റന്റിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ BRO കൺസ്ട്രക്ട് വേൾഡ്സ് ഹയസ്റ്റ് മോട്ടോറബിൾ റോഡ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മോട്ടോറബിൾ റോഡ് പ്രോജക്റ്റ് ആരാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്? ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. ചിലപ്പോൾ നമുക്ക് ചോദിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരിക്കും ഓപ്ഷനിൽ വരിക. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും അല്ലേ? അപ്പോൾ അത് എന്താണ്? കൺഫ്യൂസ്ഡ് ആവണ്ട. എന്താണ്? ഹയസ്റ്റ് ഏറ്റവും വേൾഡ്സ് ഹയസ്റ്റ് മോട്ടോറബിൾ റോഡ് പ്രോജക്റ്റ് കൊണ്ടുവല്ലെങ്കിൽ അത് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് ആരാണ്? ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ്. ഏത് പ്രോജക്റ്റിന്റെ അണ്ടറിലാണ്? അണ്ടർ പ്രോജക്റ്റ് ഹിമങ്ക്. ഏത് പ്രോജക്റ്റാണ്? അണ്ടർ പ്രോജക്റ്റ് ഹിമങ്ക്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത പോയിന്റ്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ചസ് PM സേതു സ്കീം. അപ്പൊ എന്താണ് PM സേതു സ്കീം? നമ്മുടെ രാജ്യത്തിലെ 1000 ITIകളെ എന്താണ് മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പുതിയ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഒരു ഇനിഷ്യേറ്റീവാണ് ഏത്? PM സേതു സ്കീം. അപ്പൊ PM സേതു സ്കീം എന്താണ്? ITIകൾക്ക് വേണ്ടിയില്ല, ITIസിനെ
എന്താണ് എൻഹാൻസ് ചെയ്യാൻ, അവരെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീം ഏതാണ്? PM സേതു സ്കീം. PM സേതു സ്കീം. സെറ്റ് ആണല്ലോ. ശരി, നമ്മുടെ അടുത്ത പോയിന്റ്, സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ് ലിമിറ്റഡ് ഇനോഗ്രേറ്റ് കോൾ ഇന്ത്യാസ് ഫസ്റ്റ് ഫുള്ളി വിമൺ ഓപ്പറേറ്റഡ് സെൻട്രൽ സ്റ്റോർ യൂണിറ്റ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി വിമൺ ഓപ്പറേറ്റഡ് സെൻട്രൽ സ്റ്റോർ യൂണിറ്റ് എവിടെയാണ് വരാൻ പോകുന്നത്? കോർബയിൽ വരാൻ പോകുന്നു. എവിടാടാ? സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ് ലിമിറ്റഡ് ആദ്യത്തെ ഫുള്ളി വിമൺ ഓപ്പറേറ്റഡ് സെൻട്രൽ സ്റ്റോർ യൂണിറ്റ് എവിടെയാണ് വരാൻ പോകുന്നത്? കോർബയിൽ വരാൻ പോകുന്നു. എവിടെയാടാ? ഛത്തീസ്ഗഡിലെ കോർബയിൽ വരാൻ പോകുന്നു. ആൻഡ് ഫുള്ളി വിമൺ ഓപ്പറേറ്റഡ് ഡിസ്പെൻസറി ഇതിന് മുൻപ് ഓൾറെഡി വന്നു കഴിഞ്ഞും അതും ആര് തന്നെയാണ്? കോൾ ഇന്ത്യ തന്നെയാണ് കൊണ്ടുവന്നത്. ഫുള്ളി വിമൺ ഓപ്പറേറ്റഡ് ഡിസ്പെൻസറി കോൾ ഇന്ത്യ കൊണ്ടുവന്നത് എവിടെയാണ്? അതും ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ. എവിടെയാണ്? ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ് ഫുള്ളി വിമൺ ഓപ്പറേറ്റഡ് ഡിസ്പെൻസറി കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് സെൻട്രൽ സ്റ്റോർ യൂണിറ്റ് എവിടെയാണ്? കോർബയിൽ വന്നിട്ടുണ്ട്. എവിടെയാണ്? ഛത്തീസ്ഗഡ്. സോ അടുത്ത പോയിന്റ് എന്താണ്? ഇന്ത്യസ് ഫസ്റ്റ് കോഓപ്പറേറ്റീവ് മൾട്ടി ഫീഡ് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കോഓപ്പറേറ്റീവ് മൾട്ടി ഫീഡ് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എവിടെ ഇനോഗ്രേറ്റ് ചെയ്തു? മഹാരാഷ്ട്രയിൽ ഇനോഗ്രേറ്റ് ചെയ്തു. മഹാരാഷ്ട്രയിൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലെ കോപ്പർഗോണിൽ ഇനോഗ്രേറ്റ് ചെയ്തു. എവിടാണ്? മഹാരാഷ്ട്രയിലെ കോപ്പർഗോണിൽ ഇന്ത്യയിലെ ആദ്യത്തെ കോഓപ്പറേറ്റീവ് സഹകരണ പ്രസ്ഥാനം അല്ലെ കോഓപ്പറേറ്റീവ് മൾട്ടി ഫീഡ് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മഹാരാഷ്ട്രയിലെ കോപ്പർഗോണിൽ ഇനോഗ്രേറ്റ് ചെയ്തു. ശരി, അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് എന്താണ്? രാജസ്ഥാൻസ് ഫസ്റ്റ് നമോ ബയോഡൈവേഴ്സിറ്റി പാർക്ക്. അപ്പൊ രാജസ്ഥാനിലെ ആദ്യത്തെ നമോ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എവിടെ വന്നടാ? എവിടെ വന്നു? ആൽവാറിൽ വന്നിട്ടുണ്ട്. രാജസ്ഥാനിലെ ആദ്യത്തെ നമോ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ആൽവാറിൽ വന്നു. അപ്പൊ എന്താണ്? ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്. നമോ ബയോഡൈവേഴ്സിറ്റി പാർക്കിന് നമോ 1 എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സോ ഫസ്റ്റ് രാജസ്ഥാനിലെ ആദ്യത്തെ നമോ 1 എവിടെ വന്നിട്ടുണ്ട്? ആൽവാറിൽ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. Okay, India-UK naval exercise Konkan 2025 begins off the western coast of India. അപ്പോൾ ഇന്ത്യ UK നേവൽ എക്സസൈസ് ഏതാടാ? ഇന്ത്യയും യുകെയും കൂടിയുള്ള നേവൽ എക്സസൈസ് ആണ് എക്സസൈസ് കൊങ്കൺ അല്ലെ. എക്സസൈസ് കൊങ്കൺ ആര് തമ്മിലുള്ളതാണ്? ഇന്ത്യയും യുകെയും കൂടിയിട്ടുള്ള നേവൽ എക്സസൈസ് ആണ്. ജോയിന്റ് ബൈലാറ്ററൽ നേവൽ എക്സസൈസ് ആണ് ഏത്? എക്സസൈസ് കൊങ്കൺ. അപ്പൊ നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിൽ കൊങ്കൺ ബിഗിൻ ചെയ്തിട്ടുണ്ട്. സോ വികസിത് ഭാരത് ബിൽഡത്തോൺ ഒരു സ്കൂൾ ഇന്നോവേഷൻ ഡ്രൈവ് ആണ് വികസിത് ഭാരത് ബിൽഡത്തോൺ 2025. അപ്പൊ ആരായിരിക്കും അത് കൊണ്ടുവന്നത്? ഏത് മിനിസ്ട്രി ആയിരിക്കും? അതേ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് വികസിത് ഭാരത് ബിൽഡത്തോൺ 2025 ലോഞ്ച് ചെയ്തത്. അപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഒരു വികസിത് ഭാരത് ബിൽഡത്തോൺ 2025ന്റെ ഭാഗമായിട്ട് അതിന്റെ മെയിൻ അംബാസിഡർ ആയിട്ട് ആരെയാണ് ഈ ഒരു മിനിസ്ട്രി എഡ്യൂക്കേഷൻ മിനിസ്ട്രി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു ബിൽഡത്തോണിന്റെ അംബാസിഡർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ആരെയാണ്? ശുഭാൻശു ശുക്ലയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ശുഭാൻശു ശുക്ല പേര് ഓർമ്മയുണ്ടോ? ശുഭാൻശു ശുക്ലെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ ഈ ഒരു എഡ്യൂക്കേഷൻ ഡ്രൈവിന്റെ വികസിത് ഭാരത് ബിൽഡത്തോൺ 2025ന്റെ അംബാസിഡർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ചീഫ് അംബാസിഡർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ലെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആരാണ്? നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ റീസെന്റ് പോയിട്ട് വന്ന ഒരേ ഒരു ഇന്ത്യക്കാരനാണ് ആര്? ശുഭാൻശു ശുക്ല. ഗഗൻയാൻ മിഷന്റെ അദ്ദേഹം വരാൻ പോകുന്ന ഗഗൻയാൻ മിഷന്റെ വിംഗ് കമാൻഡർ കൂടിയാണ്. സോ ശുഭാൻശു ശുക്ലയെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വികസിത് ഭാരത് ബിൽഡത്തോൺ കൊണ്ടുവന്നത് ഏത് മിനിസ്ട്രിയാണ്? കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് ആണ് അല്ലെ, എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് ആണ്. സോ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ് ഈ ഒരു ബിൽഡത്തോൺ കൊണ്ടുവന്നത്.
68th കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസ്. അപ്പൊ 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസ് എവിടെ സ്റ്റാർട്ട് ചെയ്തടാ? ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ബാർബഡോസിൽ നടന്നു. അപ്പൊ ഇന്ത്യൻ സൈഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഡെലഗേഷൻ ലീഡ് ചെയ്തത് 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിന്റെ 68th കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസ് ഇന്ത്യൻ സൈഡ് ഇന്ത്യൻ ഡെലഗേഷൻ ലീഡ് ചെയ്തത് ആരാണ്? നമ്മുടെ ലോക്സഭാ സ്പീക്കർ. ആരാണ് നമ്മുടെ ലോക്സഭാ സ്പീക്കർ? ആരാണ്? ഓം ബിർളയാണ് നമ്മുടെ ലോക്സഭാ സ്പീക്കർ. അപ്പൊ അദ്ദേഹമാണ് 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസ് ബാർബഡോസിൽ നടന്ന കോമൺവെൽത്ത് 68th കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസ് ഇന്ത്യൻ ഡെലിഗേഷൻ ലീഡ് ചെയ്തു. സോ BWF വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് എവിടെ സ്റ്റാർട്ട് ചെയ്തടാ? എവിടെ സ്റ്റാർട്ട് ചെയ്തു? ഗുവാഹത്തിയിൽ സ്റ്റാർട്ട് ചെയ്തു. വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് BWF വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഗുവാഹത്തിയിൽ സ്റ്റാർട്ട് ചെയ്തു. സോ മെയ്ഡ് ഇൻ ഇന്ത്യ മെസ്സേജിങ് ആൻഡ് കോളിംഗ് ആപ്പ്, നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം കോളിംഗ് ആപ്പ് അല്ലേ? വാട്സപ്പിന് ബദലായിട്ട് നമ്മുടെ ഇന്ത്യ നിർമ്മിച്ച ഇന്ത്യയുടെ സ്വന്തം ഒരു മെസ്സേജിങ് ആൻഡ് കോളിംഗ് ആപ്പ് ഏതാടാ? അറട്ടൈ അല്ലേ? പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഭാഷയുമായിട്ട് കുറച്ച് സാമ്യം തോന്നുന്നുണ്ട്. അപ്പൊ ഏത് ലാംഗ്വേജിൽ നിന്നാണ് ഈ ഒരു പേര് എടുത്തിട്ടുള്ളത്? അറട്ടൈ എന്താണ്? തമിഴ് വാക്കാണ് അറട്ടൈ എന്ന് പറയുന്നത്. ചാറ്റ്, ഒരു യൂഷ്വൽ കോൺവെർസേഷൻ അല്ലെങ്കിൽ ചാറ്റിനെയാണ് നമ്മൾ അറട്ടൈ എന്ന് പറയാം. സോ അറട്ടൈ ആണ് ഇന്ത്യയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ മെസ്സേജിങ് ആൻഡ് കോളിംഗ് ആപ്പാണ് അറട്ടൈ. അപ്പോൾ അറട്ടൈ കൊണ്ടുവന്ന് പവേർഡ് ബൈ ആരാണ്? സോഹോ ആണ്. സോഹോ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു അറട്ടൈ ആപ്പ് കൊണ്ടുവന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ മെയ്റ്റി മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവൊക്കെ ഈ ഒരു ആപ്പിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇങ്ങോട്ടേക്ക് മാറി എന്നൊക്കെ പറഞ്ഞ് റീസെൻ്റ് ആയിട്ട് ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? ഫിലിപ്പൈൻസ് ലോഞ്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യാസ് ഫസ്റ്റ് കോറൽ ലാർവേ ക്രയോ ബാങ്ക്. അപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ആദ്യത്തെ കോറൽ ലാർവേ ക്രയോ ബാങ്ക് ആരാണ് ലോഞ്ച് ചെയ്തത്? ഏത് രാജ്യമാണ് ലോഞ്ച് ചെയ്തത്? ഏത് രാജ്യമാണ്? ഫിലിപ്പീൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ആദ്യത്തെ കോറൽ ലാർവേ ക്രയോ ബാങ്ക് ഫിലിപ്പീൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി റീഫിനെയൊക്കെ സേഫ് ഗാർഡ് ചെയ്യുക, ഫ്യൂച്ചറിലേക്ക് ഈ ഒരു ലവേഴ്സ് ഒക്കെ പ്രിസർവ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നെയാണ് ഈ ഒരു ക്രയോ കോറൽ ലാർവേ ക്രയോ ബാങ്ക്. അപ്പൊ ഏത് രാജ്യമാണ് കൊണ്ടുവന്നത്? ഫിലിപ്പീൻസ് ആണ് ഈ ഒരു കോറൽ ലാർവേ ക്രയോ ബാങ്ക് കൊണ്ടുവന്നത്. സോ 2025 വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ 48 kg വിമൻസ് കാറ്റഗറിയിൽ സിൽവർ മെഡൽ ആര് കരസ്ഥമാക്കി? നമ്മുടെ ഇന്ത്യയുടെ മീരാബായ് ചാനു കരസ്ഥമാക്കി. വെയ്റ്റ് ലിഫ്റ്റിംഗ് കാറ്റഗറിയിൽ 48 kg വെയ്റ്റ് ലിഫ്റ്റിംഗ് കാറ്റഗറിയിൽ സിൽവർ മെഡൽ മീരാബായ് ചാനു കരസ്ഥമാക്കി. നമ്മുടെ RRB സെക്ഷൻ കൺട്രോളർ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ലാസ്റ്റ് ഡേറ്റ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയി അപ്ലൈ ചെയ്യാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. കാരണം ഈ GK ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി നല്ലൊരു പോസ്റ്റാണ് ഈ ഒരു RRB സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. സംഭവം എന്താണ്? ഈ നമുക്ക് മാത്സും റീസണിങ്ങും മാത്രം പഠിച്ചാൽ മതി. ഡിഗ്രി ലെവൽ ഗ്രാജുവേഷൻ ലെവൽ എക്സാം ആണ് റെയിൽവേയുടെ സെക്ഷൻ കൺട്രോളർ പോസ്റ്റ്. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്. ലെവൽ 6 പേ സ്കെയിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ഡേറ്റ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോഴും ലൈവാണ്. എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ പെടാന്ന് സ്റ്റാർട്ട് ചെയ്തോളുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ ഇപ്പോഴും ലൈവായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പഠനം തുടങ്ങണമല്ലോ. അപ്പൊ എങ്ങനെ തുടങ്ങും? എവിടെ തുടങ്ങും? കൂട്ട് വേണ്ടേ? അല്ലെങ്കിൽ ഒരു മെന്ററായിട്ട് ഒരാൾ കൂടെ വേണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ AZB അക്കാഡമി RRB സെക്ഷൻ കൺട്രോളിന് ഒരു കംപ്ലീറ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെക്കോർഡ് തന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറയില്ല. റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ PVQ അനാലിസിസ് സെഷൻ ഉണ്ടായിരിക്കും. പ്ലസ് എല്ലാറ്റിനും ഉപരി നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫുൾ ഓൺ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം കൂടി ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ മുതൽ എക്സാം എൻഡ് വരെ നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് റിലേറ്റഡ് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കൂടെ ഒരു മെൻറ്ററും ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ഒക്കെ ചെയ്ത് നിങ്ങളെ പേടിയൊന്നും ഇല്ലാതെ എക്സാമിൻ്റെ അവിടം വരെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്കൊരു മെൻറ്റേഴ്സും ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും കൂടിയിട്ട് ഈ ഒരു കോഴ്സിന് അവൈലബിൾ ആണ്.
ഇനി എന്തിനാ നോക്കി നിൽക്കുന്ന കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യരുത് വന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ പടവെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തോളുക. അപ്പോൾ RRB സെക്ഷൻ കൺട്രോൾ മറക്കണ്ട. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 14 അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തോളുക. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം. അടുത്ത പോയിന്റ് എന്താടാ? നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ക്യാബിനറ്റ് അപ്രൂവ്സ് നേഷൻ വൈഡ് സെലിബ്രേഷൻ ഓഫ് 150th ആനിവേഴ്സറി ഓഫ് വന്ദേ മാതരം. അപ്പോൾ വന്ദേ മാതരത്തിന് 150ാമത് ആനിവേഴ്സറി ആരപ്രൂവ് ചെയ്തിട്ടുണ്ട്? ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്ദേ മാതരം ആരാടാ വന്ദേ മാതരം എഴുതിയത്? ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എഴുതിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പോൾ എന്നാണ് ഈ ഒരു വന്ദേ മാതരം എഴുതിയത്? 1882 അദ്ദേഹം വന്ദേ മാതരം എഴുതിയത്. അത് ആദ്യമായിട്ട് ഫീച്ചർ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ്. ഏതാണ്? ആനന്ദമഠം എന്ന അദ്ദേഹത്തിൻ്റെ നോവലിലാണ് ഈ ഒരു വന്ദേ മാതരം ആദ്യമായിട്ട് ഫീച്ചർ ചെയ്തത്. ആനന്ദമഠം എന്ന നോവൽ 1882 ആദ്യമായിട്ട് വന്ദേ മാതരം ഫീച്ചർ ചെയ്തു. ആൻഡ് അത് ആദ്യമായി പാടിയത് ആരാണ്? പാടിയപ്പോഴാണ് അതൊരു എഫക്റ്റോട് കൂടി ആദ്യമായിട്ട് പാടിയത് നമ്മുടെ ടാഗോറാണ്. 1896 അദ്ദേഹം ആദ്യമായിട്ട് അത് റിസൈറ്റ് ചെയ്തത്. ശരി, EPL അംബാസിഡർ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അംബാസിഡർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? സഞ്ജു സാംസണെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ അമിത് ഷാ ലോഞ്ചസ് ഗോവാസ് മാജെ ഘർ സ്കീം ടു ഗ്രാൻഡ് ഹോം റൈറ്റ്. അപ്പൊ ഗോവയിൽ എന്താണ് ഈ ഒരു ഈ വീടിൻ്റെയൊക്കെ താമസിക്കുന്നതിനുള്ള റൈറ്റുകൾ നൽകാൻ വേണ്ടിയുള്ള പുതിയൊരു സ്കീം ആര് ലോഞ്ച് ചെയ്തിട്ടുണ്ട്? നമ്മുടെ അമിത് ഷാ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് അത്? മാജെ ഘർ സ്കീം, ഓണർഷിപ്പ് റൈറ്റ് സ്കീം അല്ലേ? ഓണർഷിപ്പ് റൈറ്റിന് വേണ്ടിയുള്ള കൈവശാവകാശ റൈറ്റിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആരാണ്? നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത് ഷാ ലോഞ്ച് ചെയ്തു. എവിടെ? ഗോവയിൽ മാജെ ഘർ സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? കൈവശാവകാശ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏത് സ്റ്റേറ്റിലാണ്? ഗോവയിൽ ലോഞ്ച് ചെയ്തു. ആര്? ഹോം മിനിസ്റ്റർ ലോഞ്ച് ചെയ്തു. So Prime Minister Narendra Modi to inaugurate India Mobile Congress in New Delhi. അപ്പോൾ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 9ാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് എവിടെ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ എവിടെയാണ് അത് നടന്നത്? ന്യൂഡൽഹിയിൽ നടന്നു. ആൻഡ് അത് ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്തു. ഓക്കെ അല്ലേടാ? So UNESCO Executive Board nominates Khaled El Inani, Dr. Khaled El Inani for the post of Director General. അപ്പോൾ യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ പോസ്റ്റിലേക്ക് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ഡോക്ടർ ഖാലിദ് എൽ ഇനാനിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈജിപ്തിന് ഒരു അറബ്, ആദ്യമായിട്ടാണ് ഒരു അറബ് വ്യക്തി ഈ ഒരു ഡയറക്ടർ ജനറൽ പോസ്റ്റിലേക്ക് വരുന്നത്. യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ പോസ്റ്റിലേക്ക് വരുന്ന ആദ്യത്തെ അറബ് വ്യക്തിയാണ്, അറബ് പേഴ്സൺ ആണ് ആര്? ഡോക്ടർ ഖാലിദ് എൽ ഇനാനി. ഏത് രാജ്യക്കാരനാണ്? ഫ്രം ഈജിപ്തിന്റെ ഫോർമർ ടൂറിസം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ യുനെസ്കോയുടെ DG ആയിട്ട് റീസെന്റ് ആയിട്ട് ആരെ സെലക്ട് ചെയ്തിട്ടുണ്ട്? ഡോക്ടർ ഖാലിദ് എൽ ഇനാനിയെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ മേര ഹൗ ചോങ്ബ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മണിപ്പൂരിന്റെ ഒരു ഹിൽ വാലി യൂണിറ്റി കാണിക്കാൻ വേണ്ടി, ഒരു കമ്മ്യൂണൽ യൂണിറ്റി കാണിക്കാൻ വേണ്ടി, ഇന്ന കമ്മ്യൂണിറ്റി എന്നൊന്നുമില്ല, എല്ലാവരും അവരുടെ ബ്രദർഹുഡും യൂണിറ്റി ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഏത്? മേര ഹൗ ചോങ്ബ ഫെസ്റ്റിവൽ. അപ്പൊ ഏത് സ്റ്റേറ്റ് ആണ് അത് സെലിബ്രേറ്റ് ചെയ്തത്? മണിപ്പൂർ സെലിബ്രേറ്റ് ചെയ്തു. So Eli Lilly to invest $1 billion in Telangana Pharma Hub. അപ്പോൾ തെലങ്കാന ഫാർമ ഹബിൽ $1 billion ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫാർമ കമ്പനി അല്ലെങ്കിൽ ഫാർമ ജയന്റ് ആരാണ്? എലി ലില്ലി. So Odisha to launch Gyana Yajna മണ്ഡപ്. അപ്പോൾ എന്താണ്? ഒഡീഷ ഒരു ഡിജിറ്റൽ ലൈബ്രറി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. എന്താണ് അതിൻ്റെ പേരെന്താണ്? ജ്ഞാന യജ്ഞ മണ്ഡപ്. എവിടെയാണ്? ഒഡീഷയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡിജിറ്റൽ ലൈബ്രറിയാണ് ഏത്? ജ്ഞാന യജ്ഞ മണ്ഡപ്. 12,000-year-old pillar carved with a human face unearthed in
ടർക്കി. അപ്പോൾ എന്താണ് ഈ നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ ഈ സ്റ്റോൺ ഏജിന്റെ സമയത്ത് കുറിച്ച് കൂടുതൽ പഠനമൊക്കെ നടത്താൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ആർക്കിയോളജിക്കൽ എന്താണ് ഗവേഷണം റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ട്. എവിടെയാണ്? ടർക്കിയിൽ നടന്നു. എന്താണ് 12,000 വർഷം പഴക്കമുള്ള ഒരു ഓൾഡ് പില്ലർ, ഒരു സ്റ്റോൺ ഒരു പില്ലർ എന്താണ് കാർവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിനകത്തൊരു ഹ്യൂമൻ ഫേസ് കാവ് ചെയ്ത് വെച്ചിട്ട്, ഒരു മനുഷ്യൻ്റെ ഒരു മുഖമൊക്കെ, ഒരു മൂക്കും കണ്ണും ഒക്കെ അതിനകത്ത് കാവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഏത് രാജ്യത്തു നിന്നാണ് റീസെൻ്റ് ആയിട്ട് അണർത്ത് ചെയ്ത് അല്ലെങ്കിൽ കുഴിച്ചെടുത്ത് എവിടെ നിന്നാണ്? ടർക്കിയിൽ നിന്ന് അൺകവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ കാലിഫോർണിയ ഡിക്ലെയേഴ്സ് ദീപാവലി a സ്റ്റേറ്റ് ഹോളിഡേ. അപ്പൊ കാലിഫോർണിയ ദീപാവലി ഒരു സ്റ്റേറ്റ് ഹോളിഡേ ആയിട്ട് റീസെന്റ് ഡിക്ലെയർ ചെയ്തു. 8th ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന? 8th ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലി അല്ലെങ്കിൽ ISAs ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലി എവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു? ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം നമ്മുടെ രാജ്യമാണിത് ഹോസ്റ്റ് ചെയ്യുന്നത്. 8th ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലി ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ആരാണ്? നമ്മുടെ ഡൽഹിയാണ് ഹോസ്റ്റ് സിറ്റി. അപ്പോൾ ഇന്ത്യ 8th ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഹോസ്റ്റ് ചെയ്യാൻ പോകും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്താണ് നൊബേലുകളുടെ ഒരു മേളം തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ 2025 നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മെഡിസിൻ നൊബേൽ ലഭിച്ചത് ആർക്കാടാ? മെഡിസിൻ നൊബേൽ ലഭിച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾ ആ ഒരു കോഡൊക്കെ വെച്ചിട്ട് പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? എന്താണ്? മേരി ഫ്രീ ആയി മോൻ സ്കൂളിൽ പോയി അല്ലേ. അപ്പൊ മെഡിസിന് നോബൽ മേരി ബ്രങ്കോ ഫ്രീ ആയി, ഫ്രെഡ് റാംഷൽ ആൻഡ് ഷീമോൻ സഗാഗുച്ചി. അപ്പൊ മെഡിസിന്റെ നോബൽ 3 പേർക്ക് ലഭിച്ചു. നെക്സ്റ്റ് ഫിസിക്സിന്റെ നോബൽ എങ്ങനെയാടാ നമ്മൾ ഓർത്തത്? ജോൺ വ്രതത്തിലാണ്. 2 ജോണും വ്രതത്തിലാണ് അല്ലെ. ആരൊക്കെയാണ് ജോൺ ക്ലർക്കും ജോൺ മാർട്ടിനസും. ആരാണ് വ്രതം? ആരാണ്? മൈക്കിളച്ച് ഡെവോററ്റ് അല്ലെ. വ്രതം എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഓപ്ഷനെങ്കിൽ നമുക്കിത് പേര് കിട്ടും അല്ലെ. കെമിസ്ട്രിക്ക് അപ്പം മെഡിസിന് എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചുള്ള എന്താണ് ആ ഒരു റിസർച്ചിനാണ്, ഗവേഷണത്തിനാണ് ഇതിന്റെ നോബൽ ലഭിച്ചത്. ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ റിസർച്ചിനാണ് നോബൽ ഉള്ളത്. ആൻഡ് ഫിസിക്സ് എന്തിനു വേണ്ടിയിട്ടായിരുന്നടാ? ക്വാണ്ടം മെക്കാനിക്സ്. 2ാമതാണ്. കഴിഞ്ഞ വർഷവും ഫിസിക്സ് ക്വാണ്ടം മെക്കാനിക്സ് തന്നെയായിരുന്നു നോബൽ. അപ്പൊ ഈ വർഷവും ക്വാണ്ടം മെക്കാനിക്സ് തന്നെയാണ് ഫിസിക്സിന് നോബൽ ലഭിച്ചത്. ആൻഡ് കെമിസ്ട്രി ആർക്കൊക്കെ ആയിരുന്നടാ? കെമിസ്ട്രി സുഷമേ റിച്ച് ആയല്ലോ അല്ലെ. അപ്പൊ എന്താടാ? ഒമർ സുസുമു ആൻഡ് റിച്ചാർഡ് റോബ്സ് ആണ്. അപ്പൊ ഇവർക്ക് 3 പേർക്കുമാണ് കെമിസ്ട്രിക്കുള്ള നൊബേൽ ലഭിച്ചത്. ആൻഡ് ലിറ്ററേച്ചറിനുള്ള നൊബേൽ ആർക്കാണ്? ലിറ്ററേച്ചറിനുള്ള നൊബേൽ ആർക്കാണ്? ഹംഗറി പോയി ലസ്സി കുടിച്ച് എന്താണ് ക്രേസി ആയിട്ട് ഓർക്കാനിച്ചല്ലേ. അപ്പൊ എന്താണ്? ഹംഗേറിയൻ ഓതർ ലസ്ലോ ക്രാസ്നഹൊർക്കായി. അപ്പോൾ എന്താണ് ലിറ്ററേച്ചറിനുള്ള നൊബേലും പഠിച്ചില്ലേ? ഷോർട്ട് കട്ട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും കോഡ് വെച്ചിട്ട് പഠിക്കുക, അപ്പോൾ ഓർമ്മ നിൽക്കും. അല്ലെങ്കിൽ ഈ പേര് നമ്മുടെ തലയിലൊന്നും കീഴില്ല. നമ്മൾ വായിക്കൊള്ളാത്ത പേരുകളൊക്കെ ആയതല്ലേ. വല്ല ശശിന്നോ രാമനോ ലീലയെന്നോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാം. പക്ഷേ ഈ പേരൊന്നും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഓർത്ത് വെക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോഡ് ഇട്ട് പഠിച്ചു പോകണം അല്ലേ. ദെൻ പീസിന് വേണ്ടിയിട്ടുള്ള പീസ് 2025 നോബേൽ പീസ് പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? മറിയ കൊറീന മച്ചാഡോ. മച്ചാനെ മേരിക്ക് പീസ് സമാധാനം ലഭിച്ചു അല്ലെ. മേരിക്ക് സമാധാനം കിട്ടി, മച്ചാനെ മേരിക്ക് സമാധാനം കിട്ടി. സോ മറിയ മച്ചാഡോ ഫോർ പീസ്. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? എല്ലാ നോബലും ഓർത്ത് വെക്കുമല്ലോ. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ വീക്കിൽ പോയിട്ടുള്ള ഡേയ്സ് ഏതൊക്കെയാടാ? വേൾഡ് ടീച്ചേഴ്സ് ഡേ എന്നാണ്. 5th ഒക്ടോബർ ആണ് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സെറിബ്രൽ പാൾസി ഡേ, വേൾഡ് സെറിബ്രൽ പാൾസി ഡേ എന്നാടാ. അതും 6 ഒക്ടോബർ ആണ്. ഈ വർഷത്തെ തീം യുണീക്ക് ആൻഡ് യുണൈറ്റഡ് ആണ് ഈ വർഷത്തെ തീം. അപ്പൊ സെറിബ്രൽ പാൾസി ഡേ എന്നാണ് 6th ഒക്ടോബർ. ഈ വർഷത്തെ തീം എന്താടാ? യുണീക്ക് ആൻഡ് യുണൈറ്റഡ്. വേൾഡ് കോട്ടൺ ഡേ എന്നാണ്. 7th ഒക്ടോബർ ആണ് വേൾഡ് കോട്ടൺ ഡേ. വാൽമീകി ജയന്തി വരുന്നതും നമ്മുടെ ആദി കവി എന്നറിയപ്പെടുന്ന വാൽമീകി അല്ലെ, വാൽമീകി ജയന്തി എന്നാണ്. അതും ഒക്ടോബർ 7 തന്നെയാണ്. കോട്ടൺ ഡേയും എന്നാണ് ഒക്ടോബർ 7.
ഇന്ത്യൻ എയർഫോഴ്സ് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇന്ത്യൻ എയർഫോഴ്സ് ഡേ October 8 ഇന്ത്യൻ എയർഫോഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് പോസ്റ്റ് ഡേ October 9 ആൻഡ് വേൾഡ് സൈറ്റ് ഡേ എന്നാണ്? October 9 അല്ലെങ്കിൽ സെക്കൻഡ് തേഴ്സ്ഡേ ഓഫ് ഒക്ടോബർ ആണ്. ഈ വർഷം അത് October 9 വന്ന് വേൾഡ് സൈറ്റ് ഡേ. എന്താണ്? ലവ് യുവർ ഐസ് ആണ് ഈ വർഷത്തെ വേൾഡ് സൈറ്റ് ഡേയുടെ തീം. കിട്ടിയോ? എല്ലാം ഒരു ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതെല്ലാം കൂടെ കലക്കി കുറുക്കി വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ PDF ഇതോടൊപ്പമുള്ള ലിങ്കിൽ ടെലഗ്രാം ലിങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? അത് നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ആണ്. എല്ലാ എക്സാമിനും ഒരു 7-8 മാർക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് മാത്രമായിരിക്കും. അപ്പോൾ ആ 7-8 മാർക്ക് എന്തിനാ കളയുന്നത്? ഡെയിലി ചുമ്മാ കുറച്ച് നേരം കേട്ടിരുന്നാൽ പോരായോ? അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുക, റിവൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വീണ്ടും അടുത്ത കറണ്ട് അഫയേഴ്സ് സെഷനിൽ കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ട് റിലാക്സ് ഒക്കെ ചെയ്ത് ബാക്കിയുള്ളതൊക്കെ പഠിച്ച് വരുന്ന എക്സാംസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് വിട പറയും. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. താങ്ക് യു.